ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് സ്ത്രീ സൗന്ദര്യത്തിലേറെ പങ്കുവഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പങ്കുവഹിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരു വസ്തു പരിചയപ്പെടാൻ പോകുകയാണ്. ആ വസ്തു അല്ല ഈ വസ്തു, എങ്കിലും ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ടാണ് ആ കാര്യമെന്ന് തന്നെ നമുക്ക് പറയാം. ഇത് നമ്മുടെ സ്വന്തം രേഷ്മയാണ്. രേഷ്മയെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അത് കാണാൻ കഴിയും. കണ്ടോ, മുക്കുത്തി അമ്മനിലെ മുക്കുത്തിയല്ല, ഇത് മൂക്കുത്തി, രേഷ്മയുടെ മൂക്കുത്തി. അങ്ങനെ സ്വർണത്തിന് വളരെ വില കൂടി നിൽക്കുന്ന സമയമാണെങ്കിലും ഞങ്ങൾ അത്രയ്ക്ക് വലിയ റിച്ച് ആണെന്ന് കാണിക്കാനൊന്നുമല്ല. പക്ഷേ മുക്കുത്തിയോടുള്ള നമ്മുടെ രേഷ്മയുടെ അതിയായ സ്നേഹം, പ്രേമം, ആഗ്രഹം കൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ ജോസ്കോ ജുവലറിൽ നിന്നും വാങ്ങിച്ച് മൂക്കുത്തിയാണ് 916. അവിടെ ഒരു വലിയ കഥയുണ്ട്. ആ കഥയാണ് ഇന്ന് ഞങ്ങൾ പങ്കുവെക്കാൻ പോകുന്നത്. ഞാൻ ഈ മൂക്കുത്തി വാങ്ങാനിരുന്നപ്പോൾ എൻ്റെ 2 ഫ്രണ്ട്സ് എന്നെ വീഡിയോ കോൾ ചെയ്തു. അതും ബോട്ടിമിൽ കോൾ ചെയ്തു. എന്നിട്ട് ഒന്ന് ഈ നിൽക്കുന്ന ഒരു ഫ്രണ്ടും ഒന്ന് ഇവിടുന്ന് ദുബായിലേക്ക് പറഞ്ഞ വേറൊരു ഫ്രണ്ടുമായിരുന്നു ചെയ്തത്. അപ്പോൾ ഞാൻ കോൾ എടുത്തപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ കോള് സ്പീക്കറിൽ വീഴും. ബോട്ടിമായിട്ട് അത് കോൺഫറൻസ് കോൾ ആയപ്പോൾ സ്പീക്കറിൽ വീണപ്പോൾ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, അതെ, എന്റെ ചുറ്റിലൊക്കെ ഇരുന്നവരെല്ലാം ഞാനിങ്ങനെ സ്പീക്കറിൽ ഇട്ടപ്പോൾ ഞാൻ അറിഞ്ഞില്ല ഇവരെന്നെ യഥാർത്ഥ സത്യം വിളിച്ചു പറയാൻ പോകുകയാണെന്ന് രേഷ്മ മനസ്സിലാക്കില്ല. മൂക്കുത്തി വാങ്ങാൻ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു, കേവലം 8 രൂപയുടെ ഒരു ചായ വാങ്ങിച്ചു തരാത്ത രേഷ്മ മൂക്കുത്തി വാങ്ങാൻ ജോസ്കോ ജുവലേഴ്സിൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ചായ വാങ്ങിച്ചു തരാൻ പറയുമ്പോൾ പിശുക്കത്തരം പറയുന്ന രേഷ്മ സ്വർണ്ണക്കടയിൽ നിൽക്കണമെങ്കിൽ എന്തായിരിക്കണം എന്നുള്ള പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന സ്റ്റാഫ് പറഞ്ഞു, ഓ, റേഡിയോ ബെൻസിയിലുള്ള സ്റ്റാഫാണോ, പാവം, എന്നിട്ടാണോ നിങ്ങൾ ഇങ്ങനെ ഒരു ചായ വാങ്ങിച്ചു കൊടുക്കാത്തത്, പാവം. അതെ, എല്ലാരും അത് കേട്ടു. ഞങ്ങൾ എല്ലാരും അവിടെ നിന്ന് ചിരിയായിരുന്നു. എന്നിട്ട് ഏറ്റവും അവസാനം ഇറങ്ങാൻ നേരത്ത് അവിടുത്തെ സെയിൽസ്മാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അവിടെ നിന്ന് ചേട്ടൻ പറഞ്ഞു, എന്തായാലും മൂക്കുത്തിയൊക്കെ വാങ്ങിച്ചില്ലേ, ഇനി ആ പാവത്തുങ്ങൾക്ക് പോയി ഒരു ചായ വാങ്ങിച്ചു കൊടുക്കണേ നാളെ എന്ന്. അങ്ങനെ ഈ മൂക്കുത്തി വാങ്ങാൻ പോയപ്പോ എന്റെ ലൈഫിലുണ്ടായ നല്ലൊരു അനുഭവം അതാണ്. അവിടെ ഇരുന്ന സ്റ്റാഫുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു, നമ്മുടെ റേഡിയോ ബെൻസിയർ കേൾക്കുന്നവരായിരുന്നു. അതെ, അതോടുകൂടി മാനവും പോയി. ആ കഥയാണ് ഞങ്ങൾക്ക് ഇന്ന് പങ്കുവെക്കാനുള്ളത് ഗൈസ്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി എത്താം.